സദാ തൊട്ടാലും വാടാതവളൊരു കനലിൻ തരി കണ്ണാലേ പറയുവതിവളൊരു മിന്നൽ സദാ തൊട്ടാലും വാടാതവളൊരു കനലിൻ തരി മേലെ വിണ്ണിൻ മേഘങ്ങൾ പോലും വിരലാൽ കോർത്തിടാൻ ലോകം ചുറ്റിയെത്തുന്ന മനസ്സാൽ സ്വർഗം തീർത്തിവൾ ശലഭമായി സ്വപ്നമോഹ തീരമൊന്നായി തേടുവാൻ ഒരുമയോടെ ഉയരിലൊന്നായിരു കരങ്ങൾ ചേർത്തവൾ ഉൾത്തൊടും ഉഷിരുമായി വന്നിവൾ ആൺ പിറന്നോൾ ആൺ പിറന്നോൾ ആൺ പിറന്നോൾ ആൺ പിറന്നോൾ ആൺ പിറന്നോൾ ആൺ പിറന്നോൾ. അല്ല, ആന്റി വിളിച്ച കാര്യം മമ്മി അപ്പുവിനോട് സൂചിപ്പിച്ചോ? ഇല്ല, അവളോട് അത് പറയാൻ മനസ്സ് വന്നില്ല. പെട്ടെന്നൊരു ദിവസം അവൾ ഇവിടുന്ന് പോവുകയാണെന്ന് അറിഞ്ഞപ്പോ മനസ്സിനൊരു വിങ്ങല്. എത്ര പെട്ടെന്നാ അവള് നമ്മുടെ കുടുംബത്തിലെ ഒരാളായത്. അതൊക്കെ ശരിയാ, പക്ഷേ പോകരുതെന്ന് പറയാൻ നമുക്കാവില്ലല്ലോ മമ്മി. ഗീതാന്റി ഒന്ന് വിളിച്ചാ അപ്പുവിന് പോയല്ലേ പറ്റൂ. നേരെ അത് മാത്രല്ല ജോ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അപ്പു ഇവിടുന്ന് പോകുന്നത് തന്നെയാ നല്ലത്. എന്താണ് മമ്മിയും മോനും കൂടി എന്തോ സീരിയസ് ചർച്ചയിലാണെന്ന് തോന്നുന്നല്ലോ. ഞാൻ വന്നത് കുഴപ്പമായോ? അപ്പോ ഞങ്ങൾ ഡിസ്കസ് ചെയ്തത് തന്റെ കാര്യം തന്നെയാ. അതെനിക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ടാ ഞാൻ കേൾക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. എന്താ എന്റെ സംഭവം? എന്താ രണ്ടുപേരൊന്നും മിണ്ടാത്തെ? ഡോക്ടറെ, സസ്പെൻസ് കളാ. കാര്യം എന്താന്ന് പറ. അപ്പോ നാളെ ഗീതാന്റി ഇങ്ങോട്ട് വരുന്നുണ്ട്. വന്നോട്ടെ, അതിനെന്താ കുഴപ്പം? അമ്മയുടെ കിടയ്ക്ക് വരുന്നതല്ലേ. ആന്റി വരുന്നത് നാളെ അപ്പുവിനെ ഇവിടുന്ന് കൊണ്ടുപോവാനാ. അപ്പുവിനോട് ഞാൻ എല്ലാം തുറന്നു പറയാം. എല്ലാം താൻ അറിഞ്ഞിരിക്കുന്നതന്നെയാ നല്ലത്. വിജയങ്ങളും ഗീതാന്റിയും സെപ്പറേറ്റഡ് ആവാൻ തീരുമാനിച്ച കാര്യം താൻ അറിഞ്ഞു കാണുമല്ലോ. പക്ഷേ അങ്കിൾ എത്രയൊക്കെ നിർബന്ധിച്ചിട്ടും ആന്റി ഇതുവരെ ആ മ്യൂച്വൽ എഗ്രിമെന്റിൽ സൈൻ ചെയ്യാൻ കൂട്ടാക്കാതിരിക്കുകയായിരുന്നു. നാളെ തന്നെയും കൂട്ടി ആന്റി ഇവിടം വിട്ട് പോവാന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഡിവോഴ്സിന് തയ്യാറായി തന്നെയായിരിക്കും ഗീതാന്റി ആ വീട്ടിൽ നിന്ന് വരുന്നത്. എന്താ അപ്പുവിൻ്റെ അഭിപ്രായം? ആന്റിയുടെ കൂടെ പോകുന്നോ അതോ? എന്താ അപ്പു, എന്താ നിന്റെ തീരുമാനം? അമ്മ എങ്ങോട്ടാ പോകുന്നതെന്ന് വല്ലതും? ഞാനത് ചോദിച്ചു, പക്ഷേ എത്ര ചോദിച്ചിട്ടും ഇതൊന്നും വിട്ടു പറയുന്നില്ല. സാരമില്ല ആന്റി, ഞാൻ അമ്മയുടെ കൂടെ പോയിക്കോളാം. നിങ്ങൾക്കും അതല്ലേ നല്ലത്. ഞങ്ങളുടെ കാര്യം ആലോചിച്ച് അപ്പോൾ ഒരു തീരുമാനം എടുക്കണ്ട. മാളുവിന് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പുവിൻ്റെ കാര്യത്തിൽ ഇനി അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ഡിമാൻഡും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. അപ്പുവിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്ന് പോയാൽ മതി കേട്ടോ. ഗീതാന്റി നാളെ വരുമ്പോൾ ഞാൻ വേണമെങ്കിൽ സംസാരിക്കാം. ഏയ് വേണ്ട ഡോക്ടർ, ഞാൻ അമ്മയുടെ കൂടെ പോയിക്കോളാം. നാളെ അമ്മ എപ്പോ വരുമെന്നാ പറഞ്ഞേ? രാവിലെ നിന്നോട് റെഡിയായിരിക്കാനാ പറഞ്ഞത്. അപ്പോ ഞാൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യട്ടെ. ഗുഡ് നൈറ്റ് ആന്റി. ഡോക്ടർ. ഹലോ ഗീതേച്ചി. ഹലോ അശ്വതി. എന്താ ഗീതേച്ചി വിളിച്ചത്? വെറുതെ വിളിച്ചാണെന്ന് പറയാൻ പറ്റില്ല. ചെറിയൊരു വിശേഷമുണ്ട്. എന്താ? ഞാനും അപ്പവും ഇവിടുന്ന് പോവാണ്. പോവേ?
എങ്ങോട്ട്? കൊല്ലത്ത് വല്യേട്ടന്റെ വീടുണ്ട്. തൽക്കാലം കുറച്ചു ദിവസം അവിടെ ഉണ്ടാവും. പിന്നീടുള്ള കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് തീരുമാനിച്ചിട്ടില്ല. എന്താ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം? പെട്ടെന്ന് ഇങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യം വന്നു. അശ്വതി മുരളിയും ഇതൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ചേച്ചിയും വിപിയേട്ടനും തമ്മിൽ സെപ്പറേറ്റഡ് ആകാൻ പോകുന്നു മാളൂനോട് ജോബിൻ പറഞ്ഞത് നേരാണോ? നേരാ. എന്താ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം? ഒരുമിച്ച് പോകാൻ കഴിയുന്നില്ലെങ്കിൽ പിരിയുന്നത് തന്നെയല്ലേ നല്ലത്. അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തേ ഉള്ളൂ. അപ്പുവിന്റെ പ്രശ്നം തന്നെയാണോ? അപ്പോൾ ആർക്കൊക്കെ പ്രശ്നമായാലും എനിക്കത് പ്രശ്നമാവാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അവളെയും കൊണ്ട് ഇവിടുന്ന് പോകുന്നത്. അപ്പു കൂടെ വരാമെന്ന് സമ്മതിച്ചോ? ഞാൻ വിളിച്ചാൽ വരാതിരിക്കേണ്ട കാര്യമില്ലല്ലോ അവൾക്ക്. പിന്നെ സുഖമല്ലേ അശ്വതി? പിന്നെ മുരളിയോടും അമ്മയോടും അശ്വതി എന്നെ വിവരം പറഞ്ഞാൽ മതി കേട്ടോ. ഇവിടേക്ക് നമ്മൾ ഒരുമിച്ചാണ് വന്നത്. അതുകൊണ്ട് പോകുമ്പോൾ അശ്വതിയോടൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. അവിടേക്ക് വന്ന് എല്ലാവരെയും നേരിൽ കണ്ട് യാത്ര പറഞ്ഞെന്നുണ്ടായിരുന്നു. പക്ഷെ വന്നാൽ ചിലപ്പോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരില്ല അശ്വതി. അതുകൊണ്ട് ഫോൺ വിളിച്ച് പറയുന്നതാ നല്ലതെന്ന് തോന്നി. ഗീതേച്ചി, സാരമില്ല അശ്വതി. കുറച്ചു നാളായിട്ട് തമ്മി കാണാത്തത് കൊണ്ട് അത്ര വലിയ സങ്കടമൊന്നും തോന്നുന്നില്ല ഇപ്പോ. ഒരു കണക്കിന് അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നത് നന്നായല്ലേ അശ്വതി? ഗീതേച്ചി, എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. ഗീതേച്ചി അപ്പു ഇവിടുന്ന് പോവാന്ന് പറയുമ്പോ സത്യമായിട്ട് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. സാരമില്ല അശ്വതി. എന്നായാലും നമ്മൾ പിരിയേണ്ടവരല്ലേ. പിന്നെ ഇവിടുന്ന് പോയാലും ഇതുപോലെയൊക്കെ വിളിക്കാമല്ലോ. മാളുവിന്റെ കല്യാണം അറിയിക്കണം കേട്ടോ. ഇനി അറിയിച്ചില്ലെങ്കിലും ഞാനും അപ്പം വരും, ഉറപ്പ്. ഗീതേച്ചി, വേണ്ട അശ്വതി. ഇനി സംസാരിച്ച ഞാൻ ചിലപ്പോ നീ എപ്പോഴെങ്കിലും കാണാം. ശരി. ഞാൻ ഇറങ്ങാണ് വിപി. പറഞ്ഞിട്ട് പോവാന്ന് കരുതി. അപ്പൊ പോകുന്ന കാര്യം ഇതെന്നല്ല സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞാലേ? ഇതുപോലുള്ള കാര്യങ്ങൾ തമാശയായിട്ട് പറയാനുള്ളതല്ലല്ലോ. എങ്ങോട്ടാണ് യാത്ര? അല്ല, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. ബുദ്ധിമുട്ടില്ലെങ്കിൽ പറഞ്ഞാൽ മതി. വിപി അറിയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആദ്യം ഡേസിയുടെ വീട്ടിലേക്ക്, പറ്റിയാൽ ഇന്ന് തന്നെ കൊല്ലത്തേക്ക് പോവും. മധുവേട്ടൻ്റെ അടുത്തേക്കോ? അതെ. ഏട്ടനും ഏട്ടത്തി മാത്രമല്ലേ ഉള്ളൂ ഇപ്പോൾ അവിടെ. അവർക്കൊരു കൂട്ടാവുമല്ലോ. മധുവേട്ടനോട് താൻ ഈ കാര്യം സംസാരിച്ചോ? ഡീറ്റെയിൽഡായിട്ടൊന്നും പറഞ്ഞില്ല. കുറച്ച് ദിവസം ഞാനും അപ്പോടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ അവിടെ ചെന്ന് സെറ്റിലായിട്ട് സാവധാനം പറയാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് ഇങ്ങനെ ഒരു വിസിറ്റ് എന്താണെന്ന് മധുവേട്ടൻ ചോദിച്ചില്ലേ? ചോദിച്ചു. ബിപിക്ക് എബ്രോഡ് ഒരു ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം അപ്പുവിന് കോളേജ് അവധിയായതുകൊണ്ട് തറവാട്ടിലേക്ക് വരുന്നേ പറഞ്ഞുള്ളൂ. അപ്പോ താനെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഇനി ഇവിടെ തുടരുന്നത് ബിപിക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അറിഞ്ഞുകൊണ്ട് നമ്മളൊരാളെ ശല്യം ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാ കഴിവതും നേരത്തെ ഇറങ്ങിത്തരാന്ന് വിചാരിച്ചത്. എന്തിനാ ഗീത താനിങ്ങനെ ഓവർ സ്മാർട്ട് ആവുന്നത്? മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ വെറും മോശക്കാരനാക്കാൻ തന്നെയാണ് തൻ്റെ പ്ലാൻ അല്ലേ? സോറി, ബിപി എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല.
ഞാൻ VP മോശക്കാരനാക്കാൻ വേണ്ടി എന്തു ചെയ്തു എന്ന്? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അപ്പൂനെയും കൂട്ടി തറവാട്ടിൽ ചെന്ന് കയറാൻ താൻ കണ്ടുപിടിച്ച കാരണം മധുവേട്ടനടുത്തേയും വിശ്വസിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ തന്നെ മറ്റുള്ളവരെല്ലാം അവർ വിവരം വിളിച്ച് അറിയിച്ചിട്ടുണ്ടാവും. പോരാത്തതിന് പുന്നാരമോളുടെ വിശേഷങ്ങളൊക്കെ പത്രത്തിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അവർ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ നമ്മൾ തമ്മിൽ പിരിഞ്ഞതാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് ജോത്സ്യൻ്റെ അടുത്ത് പോയി കവടി നിരത്തി കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്പം കോമൺ സെൻസ് ഉള്ളവർക്ക് ഇതൊക്കെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. VP പേടിക്കണ്ട. നിങ്ങളെ മോശപ്പെടുത്തി ഞാൻ ആരോടും ഒന്നും പറയില്ല. ആ ഉറപ്പ് ഞാൻ തരുന്നു. താനായിട്ട് അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ബാക്കിയുള്ളവർക്ക് ഊഹിച്ചെടുക്കാനും കഥയുണ്ടാക്കാനും പ്രയാസം ഉണ്ടാവില്ലല്ലോ. നോക്ക് ഗീത, ഇവിടുന്ന് ഇറങ്ങിത്തരണമെന്നോ താനിവിടെ താമസിക്കുന്ന ബുദ്ധിമുട്ടാണെന്നോ ഞാൻ തന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ആകെ തന്നോട് ആവശ്യപ്പെട്ടത് പരസ്പര ധാരണ പ്രകാരം നമുക്ക് പിരിയാവുന്ന മാത്രമാണ്. അതിന് താൻ തയ്യാറാവുന്നവരെ നമുക്ക് രണ്ടുപേർക്ക് ഇവിടെ കഴിയാം. സെപ്പറേറ്റഡ് ആയാല് ഞാനായിരിക്കും ഇവിടുന്ന് മാറി തരുന്നത്. തനിക്ക് എപ്പോഴും ഇവിടെ കഴിയാലോ. പിന്നെ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഇറങ്ങിപ്പോക്ക് നാടകം? ഇപ്പൊ VP പറഞ്ഞത് പറയാതെ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പരസ്പര ധാരണ പ്രകാരം പിരിയാമൻ സമ്മതിച്ചാൽ ഈ വീട് എനിക്കും അപ്പൂനും സ്വന്തമാവുമെന്ന്. പിരിയാനുള്ള പ്രലോഭനാണല്ലേ അത്? ഞാൻ പറഞ്ഞതിന് അങ്ങനെ ഒരു അർത്ഥമില്ല. ന്യായമായും ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ട വീട് തന്നെയാണ്. സോറി, എനിക്കും അപ്പൂനോ ഇതിൻ്റെ ആവശ്യമില്ല VP. പറഞ്ഞല്ലോ, ഇത്രയും നാൾ നിങ്ങളുടെ ഭാര്യയായി കഴിഞ്ഞതിന്, നിങ്ങളുടെ കുഞ്ഞിനെ പ്രസവിച്ചതിന്, അവളെ വളർത്തിയതിന്, നിങ്ങളോടൊപ്പം മനസ്സും ശരീരവും പങ്കിട്ടതിന് ഒന്നിനൊരു കോമ്പൻസേഷൻ എനിക്ക് ആവശ്യമില്ല. ഞാനും നിങ്ങളോടൊപ്പം എൻ്റെ ജീവിതം ആസ്വദിക്കുകയായിരുന്നു. അതിനൊരു നഷ്ടപരിഹാരം വാങ്ങി എൻ്റെ ആത്മാഭിമാനം പണയപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഈ വീട്, അത് ഞാൻ ശരിക്കും സ്വപ്നം കണ്ടത് തന്നെയാ. നമ്മൾ ആഗ്രഹിച്ചു വെച്ചതാ. 10-25 കൊല്ലം എൻ്റെ ഭർത്താവും കുഞ്ഞുമൊത്ത് സന്തോഷത്തോടെ ജീവിച്ചതാ ഇവിടെ. അന്നതൊരു വീടായിരുന്നു. പക്ഷേ ഇന്നത് വെറും ഒരു കെട്ടിടം മാത്രമാണ് VP. കല്ലും മണ്ണും ഇരുമ്പും കൊണ്ട് തീർത്ത ആത്മാവില്ലാത്ത വെറും ഒരു കൂടാരം. ഇതിനെങ്ങനെ വീടെന്ന് വിളിക്കും? അതുകൊണ്ട് തന്നെ എന്നെ ഇത് മോഹിപ്പിക്കുന്നില്ല. അപ്പോ പോകാൻ തന്നെയാണ് ഗീതയുടെ തീരുമാനം? അതെ, VP എപ്പോഴും പറയാറുള്ളത് പോലെ സ്വരം നന്നായിരിക്കുമ്പോൾ തന്നെ പാട്ട് നിർത്തുന്നതാണല്ലോ മര്യാദ. ഇപ്പോ കണ്ടാലൊന്നും മിണ്ടാനും ചിരിക്കാനും സാധിക്കുന്നുണ്ട് നമുക്ക്. ഈ ബന്ധം അങ്ങനെയെങ്കിലും നിലനിൽക്കണമെങ്കിൽ നമ്മളിൽ ഒരാൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് പോകുന്നതേ ഉള്ളൂ. പോട്ടെ. പിന്നെ നിയമപരമായി പിരിയുന്ന കാര്യം ഞാൻ മറന്നിട്ടില്ല. കുറച്ച് സമയം കൂടെ എനിക്ക് താ. അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ കൂടെ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. അത് കഴിഞ്ഞ് സന്തോഷത്തോടെ ഞാൻ സാധിച്ചിരുന്നതായിരിക്കും. ഒക്കോട്ടെ ഞാൻ. അമ്മ ഇതെങ്ങോട്ടാ? ഞാൻ നിന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങുകയായിരുന്നു. നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഞാൻ രാവിലെ ഇവിടെ എത്തുമെന്ന് വിളിച്ച് പറഞ്ഞതാണല്ലോ. ഡേസി പറഞ്ഞില്ലേ നിന്നോട്? പറഞ്ഞു. അമ്മയുടെ യാത്ര ഒഴിവാക്കാൻ വേണ്ടിയാ ഞാൻ നേരത്തെ ഇങ്ങോട്ട് വന്നത്. അല്ല, അമ്മ ഡെയ്സി ആന്റിയുടെ വീട്ടിൽ നിന്ന് എന്നെയും കൂട്ടി എവിടേക്കോ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു.
എവിടെ പോകുന്ന കാര്യം അമ്മ ഉദ്ദേശിച്ച? തൽക്കാലം കൊല്ലത്തുള്ള മധുച്ചേന്റെ വീട്ടിലേക്ക് മാറാമെന്ന് വെച്ചു. നിനക്കറിയില്ലേ മധുവങ്കിളിനെ? ആളിനെയൊക്കെ എനിക്കറിയാം. അല്ല, അങ്ങോട്ട് മാറാൻ വേണ്ടി അവിടെ ഇപ്പൊ എന്താ വിശേഷിച്ച്? അല്ലപ്പോ ഇവിടുന്ന് തൽക്കാലം ഒന്ന് ഒഴിഞ്ഞു കൊടുക്കാന്ന് കരുതി. ഒഴിഞ്ഞു കൊടുക്കണമെന്ന് BP ആവശ്യപ്പെട്ടു അമ്മയോട്? ഇല്ലപ്പോ, അച്ഛൻ അങ്ങനെയൊന്നും ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല എന്നോട്. അതെന്റെ തീരുമാനം തന്നെയാ. നീ വന്നത് ഏതായാലും നന്നായി. നമുക്ക് പോവാം. വാ പോ. അമ്മ നിക്ക്. വാ അപ്പു, നമുക്ക് പോവാന്നേ. എങ്ങോട്ട്? ഞാൻ എങ്ങോട്ടുമില്ല. ഇനി മുതൽ ഞാൻ ഇവിടെയാ താമസിക്കുന്നത്. എന്റെ വീട്ടിൽ എന്റെ അച്ഛനും അമ്മയും ഒന്നിച്ച്. ആരും എങ്ങോട്ടും മാറുന്നില്ല. അമ്മ വാ. അമ്മയോട് വരാനല്ലേ പറഞ്ഞേ? നിൽക്ക്. സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിയതല്ലേ ഇവിടുന്ന്. ഇനി തിരിച്ചു കയറുന്നെങ്കിൽ ചില കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായിട്ട് മതി. എന്ത് കാര്യത്തിനാണ് മിസ്റ്റർ വിജയ് പണിക്കറിന് തീരുമാനം അറിയേണ്ടത്? ഓക്കെ, എന്നെ അങ്ങനെ വിളിച്ച സ്ഥിതിക്ക് ഞാൻ തിരിച്ച് മിസ്റ്റർ എന്നാണോ മിസ് എന്നാണോ അഡ്രസ് ചെയ്യേണ്ടത്? രണ്ടിനൊരു ഉറപ്പില്ലല്ലോ, അതുകൊണ്ടാ ഒരു കൺഫ്യൂഷൻ. ഏതായാലും സാർ ഇങ്ങോട്ടൊന്ന് മാറി നിൽക്കണം. എനിക്ക് സംസാരിക്കാനുള്ളത് നിലവിൽ എൻ്റെ ഭാര്യയായിട്ടുള്ള ഈ സ്ത്രീയോടാണ്. ഞാനായിട്ട് ആരോടും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എന്നിട്ടും ഇവിടെ എൻ്റെ കൂടെ ജീവിച്ച രണ്ടുപേർ ഈ വീട് വിട്ടിറങ്ങാൻ തയ്യാറായി. ഇനി ഇവിടേക്ക് തിരിച്ചു കയറണമെങ്കിൽ ഞാൻ പറയുന്ന നിബന്ധനകൾ രണ്ടുപേർക്ക് സ്വീകാര്യമായിരിക്കണം. അതിലൊന്ന്, എൻ്റെ ഭാര്യയായിരിക്കുന്ന സ്ത്രീ നിയമപ്രകാരം ആ സ്ഥാനമൊഴിയാൻ തയ്യാറാകണം. രണ്ടാമത്തെ നിബന്ധന, 21 വർഷം എൻ്റെ മകളായി ജീവിച്ച വ്യക്തിയോടാണ്. മേലിൽ ഈ പറഞ്ഞ വ്യക്തി ഞാനുമായി ഒരു അച്ഛൻ മകൾ ബന്ധമില്ലാന്ന് രേഖാമൂലം എഴുതി ഒപ്പിട്ട് തരണം. വെറുതെ വേണ്ട. ഇതുവരെയുള്ള എൻ്റെ സമ്പാദ്യത്തിൻ്റെ 1/3 നഷ്ടപരിഹാരമായി തരാൻ ഞാൻ തയ്യാറാണ്. ഞാനും എൻ്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം നിയമപ്രകാരം ഒഴിയുന്നതുവരെ രണ്ടുപേർക്കും ഇവിടെ താമസിക്കാം. പക്ഷെ എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യങ്ങളിലും ഈ പറഞ്ഞ രണ്ടുപേർക്കും ഒരു സ്ഥാനമോ അവകാശമോ ഉണ്ടായിരിക്കുന്നതല്ല. അതിന് സമ്മതമാണെങ്കിൽ മാത്രം രണ്ടുപേരും അകത്തോട്ട് കയറിയാൽ മതി. സമ്മതം അല്ലെങ്കിലോ? നിങ്ങൾ ഈ പറഞ്ഞ ഒരു നിബന്ധനയും അംഗീകരിച്ച് ഒപ്പിട്ട് തരാൻ ഞാനും എന്റെ അമ്മയും തയ്യാറല്ലെങ്കിലോ? അത് തീരുമാനിക്കേണ്ടത് നീയല്ല. അതെ, ഞാനാണ്. ഞാൻ മാത്രം. ഇവിടെ മുൻപ് ആരൊക്കെ താമസിച്ചിരുന്നോ അവരൊക്കെ തന്നെ ഇവിടെ തുടർന്ന് താമസിക്കും. ഒരു ഉടമ്പടിയിലും ഒപ്പിടാതെ തന്നെ. നോ, അത് പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? കാരണം കൂടി ഒന്ന് അറിഞ്ഞാ കൊള്ളാം. വേണ്ട, കാരണം പറയണമെന്നില്ല. നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ രേഖയിലാക്കി ഇങ്ങ് തന്നാ മതി. സൗകര്യം പോലെ ഞാനത് വായിച്ച് ബോധ്യപ്പെട്ടോളാം. അപ്പോ അമ്മ മിണ്ടരുത്. നമ്മുടെ ഈ പേടിയോ അമ്മേ, ഇത്രയും കാലം ഇപ്പോഴും VP മുതലെടുക്കാൻ നോക്കുന്നേ. ഇനി അതനുസരിച്ച് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഇപ്പോഴും വിജയ് പണിക്കരെ അമ്മയ്ക്ക് പേടിയാണെങ്കിൽ ഇദ്ദേഹം പറയുന്നത് അമ്മയ്ക്ക് അനുസരിക്കാം.
പക്ഷെ ആരൊക്കെ വന്നാലും പോയാലും അപ്പു ഇവിടെ തന്നെ ഉണ്ടാവും, ഈ കുടുംബത്തിലെ ഒരാളായി തന്നെ. തടയാൻ പറ്റുന്നവരെ ഒന്ന് തടഞ്ഞു കാണിക്കൂ. അങ്ങനെ ചെയ്താ 24 മണിക്കൂറിനുള്ളിൽ അവർക്ക് കോടതിയിൽ സമാധാനം ബോധിപ്പിക്കേണ്ടി വരും. എന്താ, ഒന്ന് പരീക്ഷ നോക്കണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ നേരത്തെ പറയണം. ഇനിയും മധു അങ്കിളുടെ വീട്ടിലോട്ട് മാറാനാണ് അമ്മയുടെ തീരുമാനമെങ്കിൽ അമ്മയ്ക്ക് തനിച്ചു പോകേണ്ടി വരും. ഞാൻ എന്തായാലും ഇവിടെ തന്നെ തുടരാൻ തീരുമാനിച്ചു, എന്റെ അച്ഛൻ്റെ ഒപ്പം. നോ നോ, വിളിക്കരുത് എന്നെ അങ്ങനെ. നിന്റെ നാവ് കൊണ്ട് ഇനി എന്നെ അങ്ങനെ വിളിച്ചു പോരുത്. ഐ ഹേറ്റ് യു. എനിക്ക് ഇങ്ങനെ ഒരു മോളില്ല. അതിനെ ഞാൻ മോളല്ലല്ലോ അച്ഛാ, മോനല്ലേ. നേരത്തെ ഒരു കൺഫ്യൂഷൻ പറയുന്ന കേട്ടു. മിസ്റ്റർ എന്ന് വിളിക്കണോ അതോ മിസ് എന്ന് വിളിക്കണോന്ന്? എന്നാ കേട്ടോ, ഒരു കൺഫ്യൂഷനും വേണ്ട. മിസ്റ്റർ എന്ന് ഉറപ്പിച്ച് വിളിക്കാം. മിസ്റ്റർ അപ്പു.